പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഈശോയെ, ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ഞങ്ങളെ കത്ത് പരിപാലിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, എന്നെ കേൾക്കുന്ന നല്ല ദൈവമേ, എന്നെ പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഈശോയെ, ഓരോ നിമിഷവും ജീവശ്വാസം നൽകിക്കൊണ്ട് ഞങ്ങളെല്ലാവരെയും നയിക്കുന്ന നല്ല ദൈവമേ, സകല വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ മക്കളെ, നമുക്ക് നമ്മുടെ പാപങ്ങളോർത്തൊന്ന് പശ്ചാത്തപിക്കാം. നമ്മുടെ പാപങ്ങളോർത്തൊന്ന് പശ്ചാത്തപിക്കാം. നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാം? പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ, ചിന്തിച്ചു പോയ, കണ്ടുപോയ, കേട്ടുപോയ എല്ലാ പാവങ്ങളും കർത്താവെ എന്നിൽ നിന്ന് തുടച്ചു മാറ്റണമേ. കർത്താവെ, എൻ്റെ ഈശോയെ, പാപത്തെ ഓർത്ത് എനിക്ക് പശ്ചാത്തപിക്കുവാനും അതുവഴി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ എനിക്ക് കെട്ടപ്പെട്ട ജീവിതം എനിക്ക് നയിക്കുവാൻ എൻ്റെ അമ്മേ, ബഥേലമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്കും കർത്താവേ, ആഗോള കത്തോലിക്ക സഭയെയും കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, ഇതുവരെ ധ്യാനം കൂടി പോയ ഞങ്ങളുടെ എല്ലാ മക്കൾ കർത്താവെ, തുടക്കം മുതൽ ഈ സമയം വരെ ധ്യാനം കൂടിയ മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ. കർത്താവെ, വൺഡേ ധ്യാനത്തിന് വരുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പാവങ്ങൾ ഓർത്ത് അനുതാപ കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവെ നീ കേൾക്കണേ. കർത്താവെ, അങ്ങ് സ്വീകരിച്ചതിനോട് നന്ദി പറയുന്നു. കർത്താവെ യേശുവേ, നന്ദി 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 നന്ദി. മോനെ മോളെ, നമ്മൾ വീടിനകത്താണെങ്കിൽ പ്രാർത്ഥന റൂമിലാണെങ്കിൽ കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് മനസ്സ് കർത്താവിലേക്ക് ഉയർത്തി കൈകൾ യാചനാ രീതിയിൽ പിടിച്ച്, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. കർത്താവായ ഈശോയെ, പഠിക്കുന്ന കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് പഠനത്തിൽ നല്ല മിടുക്കനും മിടുക്കിയാവട്ടെ. കർത്താവെ, എഴുതിയിരിക്കുന്ന പരീക്ഷകൾ ഉന്നത വിജയം കൊടുക്കണമേ. കർത്താവെ, കർത്താവെ, അവരെല്ലാവരും പ്രാർത്ഥനയിൽ വളരട്ടെ. അപ്പനും അമ്മയെയും ഭാര്യ ഭർത്താവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്ക് മക്കൾ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ ഗർഭിണികളായവർക്ക് കർത്താവെ, കുഞ്ഞുങ്ങൾ പൂർണ്ണാരോഗ്യം ആയി കർത്താവെ, പ്രാർത്ഥനയിൽ വിശുദ്ധിയിൽ അതുങ്ങൾ വളരട്ടെ. സുപ്രസവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ ഈശോയെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കളെ അങ്ങ് അനുഗ്രഹിക്കണേ. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടുത്ത 2-ാം തീയതിയിലത്തെ വൺഡേ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, 13-ാം തീയതി ഫെബ്രുവരി 13-ാം തീയതി താമസമുള്ള ധ്യാനത്തിന് അനേകം മക്കൾ വരാനും ധ്യാനം വഞ്ചിയമാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാതാവിൻ്റെ ഗ്രോട്ട പണിതുകൊണ്ടിരിക്കുന്ന ആ പണിയെല്ലാം മനോഹരമാകാൻ അതിനാവശ്യമായ സമ്പത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശോയെ, സകല മക്കളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്ര, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്ര, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് നേരെ കടന്നു വരുന്ന എല്ലാ അസ്വസ്ഥകളും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങ് നിർവീര്യമാക്കണം. കർത്താവെ യേശുവെ, അങ്ങ് നിർവീര്യമാക്കണം. കർത്താവെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് 2000 വർഷങ്ങൾക്കും ആകാശത്തിന് ഭൂമിക്ക് മധ്യം 3 ആണികളാൽ കീറി മുറിക്കപ്പെട്ട അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം യേശുവെ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ പെരുമഴ, യേശുവിൻ്റെ രക്തത്തിൻ്റെ പെരുമഴ ഈ നിമിഷം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളുടെ മേൽ, കഴിഞ്ഞ ധ്യാനം കൂടി പോയ, ഇതുവരെ ധ്യാനം കൂടി പോയ, വർഷങ്ങളായി ഞങ്ങളുടെ ധ്യാനം കൂടി പോകുന്ന എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ. ലോകമെമ്പാടുമുള്ള മക്കൾ
മക്കള് പല ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം കൂടിയ മക്കൾക്ക് നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ കർത്താവേ. മാനസാന്തരമില്ലാത്ത മക്കൾക്ക് അടുത്ത ധ്യാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് മാനസാന്തരം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, അങ്ങ് സ്വർഗത്തിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ദാനമായി തന്ന ധ്യാന കേന്ദ്രത്തിന് കർത്താവേ സ്വർഗത്തിന്റെ സാന്നിധ്യം നൽകിയതിനോർത്ത്, കർത്താവെ സ്വർഗത്തിന്റെ സംരക്ഷണം കൊടുത്തതിനോർത്ത്, സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥ ഞങ്ങൾക്കും ഇത് കേൾക്കുന്ന മക്കൾക്കും ഞങ്ങളുടെ ധ്യാനങ്ങൾക്കും കർത്താവെ ധ്യാന കേന്ദ്രത്തിനും ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിനും നടന്നുകൊണ്ടിരിക്കുന്ന പണിക്കും അവിടെ നിന്ന് അനുഗ്രഹം നൽകണേ കർത്താവെ. കർത്താവേ, വിദേശ നാട്ടില് ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിദേശത്ത് പോയിട്ട് ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളുണ്ട് കർത്താവെ. അവരുടെ മേല് അങ്ങയുടെ കരുണ ചൊരിയണമേ കർത്താവേ. അങ്ങയുടെ കരത്തിന് എത്രമാത്രം വലിപ്പമുണ്ട് കർത്താവെ. അവരെവിടെയായിരുന്നാലും അങ്ങയുടെ കൈകൾ നീട്ടി അവരെ ഒന്ന് സ്പർശിക്കുവാനായിട്ട് അത് അങ്ങേക്ക് മാത്രമാണ് സാധിക്കുക. അത് അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഞങ്ങൾ അറിയുന്നു, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. നിന്റെ നാമത്തിൽ വിദേശത്ത് പോയ മക്കള്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കള്, കടൽ പണിക്ക് പോയിട്ട് പണിയില്ലാത്ത മക്കള്, കർത്താവെ വള്ളവും വില ഇറക്കാൻ പറ്റാത്ത മക്കള്, അങ്ങനെ വേദനിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവെ അവർക്ക് പാവബോധം പശ്ചാത്താപം കൊടുത്ത് അവർക്ക് മാനസാന്തരം കൊടുത്ത് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. നിയോഗ പ്രാർത്ഥന 41 ദിവസം അടുപ്പിച്ച് നിയോഗ പ്രാർത്ഥനയായിട്ട് ഏറ്റെടുക്കുന്ന മക്കളെ നിങ്ങളിപ്പോൾ ഇന്ന് തുടങ്ങിയുള്ളെങ്കിലും നിങ്ങളും ആ 41 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ ഇതിൽ പങ്കാളികളാകുക. 2 നിയോഗം നിങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മോളെ. ആ 2 നിയോഗം നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നന്ദി പറയുക, പ്രാർത്ഥിക്കുക. എന്തിനു പ്രാർത്ഥിക്കണമോ? ബ്രദറിനും ധ്യാന കേന്ദ്രത്തിനും പരമോടെ ധ്യാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നീ സമർപ്പിക്കപ്പെട്ട നിന്റെ ആ 2 നിയോഗത്തിനും വേണ്ടി നീ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിന്റെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ 1 മണിക്കൂർ സമയം ഉണ്ടാക്കി ഒരു ഗെത്സെമനി പ്രയർ, 1 hour പ്രയർ, അത് കുർബാനയാകാം, ജപമാലയാകാം, വ്യക്തിപരമായ പ്രാർത്ഥനയാകാം, ബൈബിൾ വായനയാകാം, ഏകാഗ്രതയിൽ ഇരുന്നുള്ള പ്രാർത്ഥനയാകാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എൻ്റെ മോളെ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, വേറെ ലെവലിലേക്ക് വരും. ആമേൻ, 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 ആമേൻ. കർത്താവിൻ്റെ സമാധാനം ഇവരുടെ മേല്, ഇവരുടെ കുടുംബങ്ങളുടെ മേല്, ബഥേൽ മാതാവിൻ്റെ ടീമിൻ്റെ ഓരോ പ്രേക്ഷിതരുടെ മേല്, വണ്ടിക്ക് ആൾ കൊണ്ടുവരുന്ന എല്ലാവരുടെ മേല്, കർത്താവെ താമസമുള്ള ധ്യാനത്തിന് ആളുകളെ കൊണ്ടുവരുന്ന എല്ലാവരുടെ മേല്, ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി ബന്ധനങ്ങൾ അയച്ച് യേശുവിൻ്റെ നാമത്തിൽ അനേകം മക്കളെ ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നതിനോടൊപ്പം യേശുവേ ധ്യാനം കൂടി പോയവർക്ക് നിലനിൽപ്പിൻ്റെ വരം കൊടുക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കണം. മോനെ മക്കളെന്ന് സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ, യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും മനസ്സുകൊണ്ട് സ്തുതിക്കുക. നന്നായി സ്തുതിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സ്വരമുയർത്തി ഹൃദയം തുറന്ന് സ്തുതിക്കുക. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം എല്ലാവരുടെ മേൽ അഭിഷേകം ചൊരിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ബന്ധനങ്ങൾ അഴിക്കുന്ന അഭിഷേകം, തകർച്ചകൾ മാറ്റുന്ന അഭിഷേകം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധന